ആയിഷ അലി ദമ്പതികളുടെ പ്രശ്നത്തിൽ ഇന്നലെ ഞാൻ ആയിഷയോടും അലിയോടും രണ്ടാം ഭാര്യയോടടക്കം ചുറ്റുപാടിലുള്ള ഒന്ന് രണ്ട് വ്യക്തികളോടും സംസാരിച്ച് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇതന്നെയായിരുന്നു പരിപാടി. ഇതിലോട്ട് ഞാൻ മെയിനായിട്ട് ഇൻവോൾവ് ആവാനൊരു സംഭവം കൂടി ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇത്രയും ചർച്ച ചെയ്യപ്പെടുകയും ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് തോന്നി. മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ ഈ ഒരു സന്ദർഭം മുതലെടുത്തുകൊണ്ട് ഇതൊരു ആയുധമാക്കി ഇസ്ലാമിനെ തരം താഴ്ത്തി കെട്ടാനും ഇസ്ലാമിൻ്റെ നിയമങ്ങളെ തരം താഴ്ത്തി കെട്ടാനുമുള്ള ശക്തമായിട്ടുള്ള ഒരു നീക്കം ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദമ്പതികൾ നിരപരാധികളാണ്. ഇവരറിയാതെയാണ് ഈ കാര്യങ്ങൾ നീക്കുന്നത്. ആയിഷയെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിലകപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാവിധ കാര്യങ്ങളും ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ യാഥാർത്ഥ്യങ്ങളുണ്ടാവാൻ തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള ഭാഗം ന്യായീകരിച്ചുകൊണ്ട് വളച്ചൊടിച്ചിട്ടുള്ളതുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ഈ രണ്ടുപേരുടെയും കൺസെൻ്റ് ഇല്ലാതെ ഞാൻ റെക്കോർഡ് ചെയ്തത് ഇവിടെ പ്ലേ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. രണ്ടുപേരും എനിക്ക് മനസ്സിലായ രീതിയിൽ വീഡിയോ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുള്ളി വോയിസ് ഇടാൻ പെർമിഷൻ നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഞാനതിടും. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദമ്പതികളുടെ കല്യാണം ലവ് മാരേജ് ആയിരുന്നു. ഈ ഒരു കല്യാണത്തോട് അലിയുടെ വീട്ടുകാർക്ക് മാത്രം സമ്മതമില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആയിഷയുടെ പേരൻസ് ഓക്കെ ആയിരുന്നു ഈ ഒരു കല്യാണത്തിന്. ആ കല്യാണം കഴിഞ്ഞത് മുതൽ ഇന്ന് വരെ ആയിഷയാകട്ടെ അലിയാകട്ടെ അവരോടുള്ള പിണക്കം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇതുവരെ ആയിഷയുമായി അലി അവരുടെ തറവാട്ടിൽ, അതായത് അലിയുടെ വീട്ടിൽ താമസിച്ചിട്ടില്ല എന്നാണ് അലിയുടെ വാദം. എന്നാൽ ആയിഷ പറയുന്നതോ ഏകദേശം ഒരാഴ്ചയോളം ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് എന്നതാണ്. എന്തായാലും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തെളിവ് സഹിതം പുറത്തു വരട്ടെ. പിന്നെ ആയിഷ എന്തുകൊണ്ടാണ് ആയിഷ അലിയുടെ വീടിന് മുന്നിൽ സമരം ചെയ്തത്? അതും അവർ പറഞ്ഞത് വെച്ച് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 2-3 വർഷത്തിലേറെയായി കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. മെയിനായിട്ട് കുട്ടിയെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിനിടയിൽ ഡിവോഴ്സ് ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തി എന്നാണ് അലി അവകാശപ്പെടുന്നത്. പക്ഷെ അത് വിജയിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ആയിഷയെ സംബന്ധിച്ചിടത്തോളം അവൾക്കുള്ള അവകാശം എന്ന രീതിയിൽ ആയിഷ ആവശ്യപ്പെട്ടത് 1 കോടി രൂപയാണെന്നാണ് അലി പറയുന്നത്. തീർച്ചയായിട്ടും അത് ആയിഷയും സമ്മതിക്കുന്നുണ്ട്. കാരണം ആയിഷയെ കല്യാണം കഴിക്കുമ്പോൾ 100 പവനും 15 ലക്ഷം രൂപയും കിട്ടിയിട്ടുണ്ടെന്നാണ് ആയിഷ പറയുന്നത്. അത് അലിക്ക് PG എടുക്കാനായിട്ട് ചെലവാക്കിയെന്നാണ് ആയിഷയുടെ വാദം. പക്ഷേ അലി പറയുന്നത് ഞാൻ അവളിൽ നിന്നും ആ ഒരു സ്വർണം മേടിച്ചിട്ടില്ല, പഠനത്തിന് വേണ്ടി ഞാൻ ലോൺ എടുത്തതാണ്, ഇപ്പോഴും ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് പറയുന്നത്. അലിയുടെ രണ്ടാമത്തെ വൈഫിനോട് ചോദിച്ചപ്പോഴും അലി പറഞ്ഞത് തന്നെയാണ് രണ്ടാമത്തെ ഭാര്യയ്ക്ക് പറയാനുള്ളത്. പക്ഷെ ആയിഷയ്ക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ആയിഷയെ കല്യാണം കഴിക്കുമ്പോൾ വീട്ടുകാരുമായി അകൽച്ചയിലായ അലിക്ക് PG എടുക്കാൻ ഞാൻ സംസാരിച്ചിടത്തോളം 50 ലക്ഷം ആവശ്യമായി വന്നു എന്നാണ് ആയിഷയുടെ വാദം. രണ്ടാമത്തെ ഭാര്യയോട് സംസാരിച്ചപ്പോൾ ഏകദേശം 35 ലക്ഷമാണ് അലിക്ക് പഠനാവശ്യത്തിനായി വന്നത്, അത് ലോൺ എടുത്തിട്ടാണ് പഠിച്ചത് എന്ന രീതിയിലാണ് സംസാരം. പക്ഷേ ഇവിടെ ആയിഷ പറയുന്നത് ആ ഒരു ടൈമിൽ അലിയുടെ കയ്യിൽ സാമ്പത്തികമായി ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം തീർച്ചയായിട്ടും അലി വീട്ടുകാരുമായി ഒരു ബന്ധമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പഠനാവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ ആയിഷ തന്നെയാണ് നോക്കിയത് എന്നാണ് ഉറപ്പിച്ച് പറയുന്നത്. പഠനാവശ്യങ്ങൾക്ക് മാത്രമല്ല സാമ്പത്തികപരമായിട്ട് മറ്റാവശ്യങ്ങൾക്കും കാശ് ആയിഷ അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു എന്നാണ് ആയിഷയുടെ വാദം. ഞാൻ പിന്നെ ഡീപ്പായിട്ട് ഇവരുടെ പേഴ്സണൽ ലൈഫിലോട്ട് ഇറങ്ങി ചെല്ലുന്നില്ല. ഒരുപാട് സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നതായി ആയിഷയും അലിയും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിലോട്ടൊന്നും ഞാൻ കടന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് ഇതൊരു ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതെങ്ങനെ നല്ല രീതിയിൽ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ ഇവിടെ നോക്കുന്നത്. അങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത അലിക്കുണ്ട്. അത് ആയിഷയുടെ സംരക്ഷണത്തിനായി അവരുടെ വീട്ടുകാർ കൊടുത്ത ഒരു മുതലാണ്. തുടർന്നും ആയിഷയ്ക്ക് ഇനി മുന്നോട്ട് പോകാനുള്ളതാണ്. അതിൻ്റെ ബാധ്യത തീർക്കേണ്ട ആവശ്യം അലിക്കുണ്ട്. അത് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം അത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു. പിന്നെ മാത്രമല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഇടയിൽ ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോരുന്നത്. ആ പ്രശ്നങ്ങൾ കടുത്തപ്പോഴാണ് അകൽച്ചയുണ്ടായതും. പിന്നീട് അവർ പറഞ്ഞത് വെച്ച് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 4 വർഷത്തിന് മേലെ അവർ പിരിഞ്ഞിരുന്നിട്ടുണ്ട് എന്നതാണ് വസ്തുത. അതിനുശേഷമാണ് ഈ രണ്ടാം ഭാര്യയെ പ്രപ്പോസ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ്, അത് രണ്ടാം ഭാര്യ പ്രത്യേകം സമ്മതിച്ചിരുന്നു, ഇവരുടെ ഇടയിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ്
അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ രണ്ടാം വിവാഹത്തിലോട്ട് അലി എത്തിച്ചേർന്നത്. പക്ഷെ അതിൻ്റെ മുന്നേ ഡിവേഴ്സിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ കോമ്പൻസേഷനായി 1 കോടി ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് അത് നടക്കാതെ പോയത് എന്നാണ് അലി പറയുന്നത്. അലി പറയുന്നതിൻ്റെ വാദം എന്തെന്നാൽ ആയിഷയായിട്ടാണ് ഇറങ്ങിപ്പോയത്, അതുകൊണ്ട് ഞാൻ എന്തിനാണ് കോമ്പൻസേഷൻ ആയിഷയ്ക്ക് കൊടുക്കുന്നത്? കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. കുട്ടിനെ വേണമെങ്കിൽ ഞാൻ നോക്കിക്കോളാം. 1 പൈസ പോലും ആയിഷ തരേണ്ടതില്ല, ഞാൻ നോക്കിക്കോളാം എന്നാണ് അലിയുടെ വാദം. പക്ഷേ ആയിഷ പറയുന്നത് മറ്റൊന്നാണ്. ആയിഷ പറയുന്നത് കുട്ടിയെ ഇരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇതിനിടയിൽ ഞാനൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ ആളല്ല. കാരണം ഇതിൻ്റെ തെളിവടക്കമുള്ള സത്യാവസ്ഥ കോടതിയിൽ തെളിയട്ടെ എന്നതാണ്. കാരണം കോടതിയിൽ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നീതി ആരുടെ ഭാഗത്താണോ തീർച്ചയായും വിജയം അവർക്കൊപ്പം ഉണ്ടാവും, ഒരു സംശയവുമില്ല. കാരണം ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ ഒരിക്കലും എനിക്ക് ഒരു ന്യായവിധി പറയാനായിട്ട് സാധിക്കില്ല. ഈ പ്രശ്നത്തിൽ പരസ്പരം 2 പേരും ഒരേ കാര്യമാണ് പറയുന്നത്, പക്ഷേ അത് ഓപ്പോസിറ്റുള്ള വ്യക്തിയാണ് അത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം കോടതിക്കാണ്. അത് കോടതി തെളിയിക്കട്ടെ. ന്യായമുള്ളവരുടെ ഭാഗത്ത് വിജയമുണ്ടാവട്ടെ. ഇവിടെ ആയിഷ അലിയുടെ വീട്ടിൽ വന്ന് സമരം ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ആയിഷയുടെ ബന്ധം നിലനിൽക്കെ മാന്യമായി ഡിവോഴ്സ് കൊടുക്കാതെയുള്ള 2ാമത്തെ കല്യാണമാണ് ഈ ഒരു സമരത്തിലോട്ട് ചെന്നെത്തിച്ചത് എന്നാണ് ആയിഷ പറയുന്നത്. മാത്രമല്ല ആയിഷ ആവശ്യപ്പെടുന്നത് അവളുടെ 100 പവനും 15 ലക്ഷം രൂപയുമാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അത് തന്നു കഴിഞ്ഞാൽ അലിയെ ഉപദ്രവിക്കണമെന്നൊന്നും ആയിഷയ്ക്കില്ല. അവരുടെ ജീവിതമായി മുന്നോട്ട് പോകാനാണ് പ്ലാൻ. ചുരുക്കി പറഞ്ഞാൽ 2 പേർക്കും ഡിവേഴ്സാണ് ആവശ്യം. ഒരുമിച്ച് പോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ 2ാം വിവാഹമൊക്കെ കഴിഞ്ഞ്, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ ഒരു സാധ്യത ഉദിക്കുന്നേ ഇല്ല. 2 പേരും പറയുന്നതും ആ വസ്തുത തന്നെയാണ്. പിന്നെ കുട്ടിയുടെ പഠനാവശ്യങ്ങൾക്കുള്ള സംഭവങ്ങളൊക്കെ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ആയിഷ പറയുന്നത്. പക്ഷെ അലി പറയുന്നത് കുട്ടിയുടെ എന്താവശ്യമായാലും അത് 100%, ഇനിയിപ്പോൾ കുട്ടിയെ വേണമെങ്കിൽ തന്നെ ഞാൻ ഏറ്റെടുക്കാം, എന്ത് കാര്യം വേണമെങ്കിലും ഞാൻ അതിനുവേണ്ടി ചെലവാക്കാൻ തയ്യാറാണ് എന്നാണ് അലി പറയുന്നത്. പക്ഷേ ഈ ഒരു കോമ്പൻസേഷൻ ഞാൻ എടുക്കാത്ത പൈസയാണ്, എന്നെ ഒഴിവാക്കി പോയ ആയിഷയ്ക്ക് ഞാൻ എന്തിന് കൊടുക്കണം എന്ന രീതിയിലാണ് അലിയുടെ വാദം. ഇതിൽ ആരാണ് ആരെ ഒഴിവാക്കി എന്നത് ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം ഞാൻ അവിടെ ഇല്ല എന്നതാണ് വസ്തുത. കാരണം 2 പേരും പറയുമ്പോഴും 2 പേരുടെ ഭാഗത്തും ശരിയാണ് എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്വാഭാവികമായിട്ടും 2 പേര് അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അലിയുടെ ഭാഗം കേട്ടാൽ എനിക്ക് തോന്നുന്നു അലിയാണ് ശരി, പക്ഷേ ആയിഷയുടെ ഭാഗം കേട്ടാൽ തോന്നുന്നത് ആയിഷയുടെ ഭാഗത്താണ് ശരി എന്നാണ്. പക്ഷേ ഇതിൽ വേറൊരു വസ്തുതയുണ്ട്. അതൊന്നും എനിക്ക് കൺസെൻ്റ് ഇല്ലാതെ പുറത്ത് പറയാനായിട്ട് സാധിക്കത്തില്ല. സ്വകാര്യപരമായിട്ടുള്ള ജീവിതം ഒരുപാട് എന്താ പറയുക, കുത്തി തുറന്ന് കാണിക്കാൻ ഇവരുടെ കൺസെൻറ്റും എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ മഹല്ല് കമ്മിറ്റി എന്നെ സമീപിച്ചിരുന്നു. അവർക്കും ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വരുത്താനുണ്ടെന്ന് പറഞ്ഞു. നമ്പർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതും വരുന്ന വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കും പറയാനുണ്ടാവും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ. ഇതിനിടയിൽ മഹല്ല് കമ്മിറ്റിയിൽ ഇവർ ഒത്തുതീർപ്പിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട്. അത് 2 പേരും സമ്മതിച്ച ഒരു വസ്തുതയാണ്. പക്ഷെ അതിലും തീരുമാനമായിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ പോലീസ് കേസുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇവർക്കിടയിൽ. അലി പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഇവർ ഓഫ് കോഴ്സ് മംഗലാപുരമാണ് പോയത്. അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലീസിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 1 അല്ല 2-3 വട്ടം പോലീസിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അലി വിശദീകരിച്ചപ്പോൾ അങ്ങനെ കോംപ്രമൈസ് ആയി പോയി എന്നാണ് പറയുന്നത്. പക്ഷേ ആയിഷ പറയുന്നത് മാംഗ്ലൂർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പീഡനങ്ങൾ, ഉപദ്രവങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒന്നും വസ്തുത അറിയാതെ ആരുടെ ഭാഗത്താണ് ശരി എന്ന് പറയാൻ ഞാൻ ആളല്ല. അതിൻ്റെയൊക്കെ തെളിവുകൾ കോടതിയിൽ സംസാരിക്കും. തീർച്ചയായിട്ടും ഇതിലും ആരുടെ ഭാഗത്താണ് ന്യായം, അവർക്ക് നീതി ലഭിക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം ആയിഷ സമ്മതിക്കുന്നുണ്ട്, കുട്ടിയോട് നല്ല സ്നേഹത്തിൽ തന്നെയാണ്, കുട്ടിയുടെ കാര്യത്തിൽ നോക്കാൻ അലിക്കൊരു മടിയുമില്ല, നല്ല സ്നേഹബന്ധത്തിൽ തന്നെയാണ്. അതാണ് അലിയിൽ കണ്ട നല്ലൊരു ക്വാളിറ്റി എന്നാണ് ആയിഷ എടുത്ത് പറഞ്ഞത്. അത് ആയിഷ പറയുന്നുണ്ട്. ആയിഷയുമായിട്ടുള്ള ബന്ധത്തിലാണ് പ്രശ്നങ്ങളുള്ളത്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇവർ തമ്മിൽ അകൽച്ചയിലായതിനു ശേഷം കുട്ടിയെ വിളിക്കാറില്ല, ഇടയ്ക്ക് കുട്ടിയെ വിളിയൊക്കെ വളരെ കുറവാണ് എന്ന രീതിയിലും ആയിഷ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെലവിന് പൈസ കൊടുക്കാറില്ല എന്ന രീതിയിലും ആയിഷ പറഞ്ഞിരുന്നു. അത് ഞാൻ അലിയുടെ 2ാം ഭാര്യയോട് സംസാരിച്ചപ്പോൾ ചെലവിന് അവൾക്ക് അയച്ചു കൊടുത്താൽ അത് കുട്ടിക്ക് കിട്ടുമെന്ന് എന്താണ് ഉറപ്പ് എന്നാണ് ചോദിക്കുന്നത്. മാത്രമല്ല കുട്ടിക്കായിട്ട് അലി മന്ത്ലി ഒരു എമൗണ്ട് മാറ്റി വെച്ച് ബാങ്കിൽ ഇടുന്നുണ്ട്, കുട്ടിയുടെ പേരിൽ ഇടുന്നുണ്ട് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രൂഫ് അവരിൽ ഉണ്ടായിരിക്കും. അത് അവർ കോടതിയിൽ തെളിയിക്കട്ടെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തെളിയിക്കട്ടെ. അത് അത്രേ എനിക്ക് പറയാനുള്ളൂ അതിനെ കുറിച്ചിട്ട്. ചുരുക്കം പറഞ്ഞാൽ അലിയും
ആയിഷയും ഡിവോഴ്സിന് തയ്യാറാണ്, ഇപ്പോഴും തയ്യാറാണ്. പക്ഷേ ആയിഷയുടെ അവകാശം, അതായത് ആയിഷ ആവശ്യപ്പെടുന്നത് അവളുടെ 100 പവനും 15 ലക്ഷം രൂപയാണ്. അപ്പോൾ കാരണം അത് അവരുടെ വീട്ടുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, അതെൻ്റെ അവകാശമാണ്, അതെനിക്ക് തിരിച്ചു കിട്ടണം എന്ന രീതിയിലാണ് ആയിഷ പറയുന്നത്. തീർച്ചയായിട്ടും അത് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കത്തില്ല, കാരണം എനിക്ക് അതിനുള്ള എവിഡൻസ് ഇല്ല. അലിയുടെ കരിയർ ഡെവലപ്പിന് വേണ്ടിയിട്ട് എല്ലാ സാമ്പത്തിക സഹായങ്ങളും ചെയ്തു കൊടുത്തത് ആയിഷയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അതും പോരാഞ്ഞിട്ടാണ് പിന്നീട് ലോൺ എടുക്കേണ്ടി വന്നൊരു സാഹചര്യം വന്നത് എന്നാണ് ആയിഷയുടെ വാദം. എന്നാൽ അലി പറയുന്നത് ഒരിക്കലും അവളുടെ സ്വർണം എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ട് പോലുമില്ല, ഞാൻ സ്വർണം നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ ഒരിക്കലും ആയിഷയുമായിട്ടുള്ളൊരു കല്യാണം നടക്കില്ലായിരുന്നു. കാരണം ഞാനൊരു ഡോക്ടറാണ്, എനിക്ക് എൻ്റെ വീട്ടുകാരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ നല്ലൊരു വിവാഹം എനിക്ക് ആലോചിച്ചുകൂടെ, എനിക്ക് സാമ്പത്തികമാണ് നോക്കുന്നതെങ്കിൽ നല്ലൊരു ബന്ധം എനിക്ക് കിട്ടില്ലേ, ആ ഒരു രീതിയിൽ എനിക്ക് നോക്കിയാൽ പോരെ. അപ്പം ഞാൻ എന്താ പറയുക, ആയിഷയുമായിട്ടുള്ള ആ ഒരു ബന്ധം തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം സാമ്പത്തികമല്ല, അവളോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്നത് അവിടെ വ്യക്തമാണ് എന്നാണ് അലി പറയുന്നത്. അതിനും ഒരു ലോജിക്ക് ഉണ്ട്, ഇല്ല, അതിലെ വസ്തുതകൾ നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കില്ല. ആയിഷയും ഇത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ട് അലി ആവശ്യപ്പെട്ടില്ലെങ്കിലും ആയിഷയുടെ വീട്ടുകാർ അവൾക്കായിട്ട് അത് ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. 100 പവനും 15 ലക്ഷം രൂപയും ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് അലിക്ക് വേണ്ടി ചിലവാക്കിയതിൽ ആയിഷയ്ക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം എത്തിയാൽ തീർച്ചയായിട്ടും അത് അവളുടെ അവകാശമാണ്. കാരണം അലി കാരണമാണ് ഈ ഒരു സിറ്റുവേഷനിലോട്ട് എത്തിച്ചേർന്നത് എന്നാണ് ആയിഷ പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സ്വർണവും പണവും ആയിഷ ആവശ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ രണ്ട് ഭാഗത്തും എന്താ പറയുക, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്കൊരിക്കലും നിർണ്ണയിക്കാൻ സാധിക്കാത്തൊരു അവസ്ഥയാണ്. കാരണം പ്രൂഫ് നമ്മളെ കയ്യിലില്ല. അലി എടുത്തിട്ടുണ്ടോ, ആയിഷ ഈ സ്വർണം കൊടുത്തിട്ടുണ്ടോ, അതിനൊന്നും നമുക്ക് വ്യക്തമായ തെളിവില്ല. അപ്പം അലി പറയുന്നത് മംഗലാപുരം ഞങ്ങൾ പോകുമ്പോൾ അവിടേക്ക് ഞങ്ങൾ സ്വർണം കൊണ്ട് പോകുമോ എന്നൊക്കെ അലി ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ വസ്തുതകൾ തീർച്ചയായിട്ടും അത് കോടതി പരിശോധിച്ച് ന്യായം ആരുടെ ഭാഗത്താണോ അതിലൊരു വ്യക്തമായിട്ടുള്ള വിധി വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.